ഗുഡ് ഈവനിങ്. അയ്യോ, മറന്നുപോയോ? ഗുഡ് ഈവനിങ് ബ്രോ. എനിക്കറിയാം ഇപ്പോഴത്തെ ട്രെൻഡ് ബ്രോയാ. നമുക്ക് ഒരുമിച്ച് പാടുന്ന, ക്രിസ്തുവിൽ ഒന്നായി നിലകൊള്ളുന്ന, കർത്താവിൽ ഒന്നായി തീരുന്ന വിശ്വാസ സമൂഹം, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഈ ജീവിതയാത്രയിൽ ക്രിസ്തു നൽകുന്ന കരുത്ത് വലുതാണ്. നമ്മൾ പാട്ട് പഠിക്കുമ്പോഴും പാഠങ്ങൾ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ ആ കരുത്താണ് നമ്മളെ നിലനിർത്തുന്നത്. നമ്മുടെ ഈ നാളുകളിലെ ബട്ടർഫ്ലൈസ് എല്ലാം തന്നെ, ഈ ബട്ടർഫ്ലൈസ് എപ്പിസോഡിൽ കൂടെ അനേക കുഞ്ഞുങ്ങൾ സാക്ഷീകരിച്ചിട്ടുണ്ട്, യേശു ക്രിസ്തുവിനെ ഞാൻ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ബട്ടർഫ്ലൈസ് അനേകർക്ക് വെളിച്ചമായി തീരുന്നു. നമ്മുടെ ആദ്യത്തെ സെഗ്മെൻറ്റ് ഒന്നായി പാടാം. ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സൗഖ്യമായിട്ടിരിക്കുന്നു, സന്തോഷം തന്നെയല്ലേ? എന്നാൽ പിന്നെ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പുതിയൊരു പാട്ടാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. നിങ്ങളതൊക്കെ പാടി പ്രാക്ടീസ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിവേ, നമുക്കിന്ന് ന്യൂ സോങ്ങിലേക്ക് കിടക്കാം. ഇന്നത്തേതൊരു ഇംഗ്ലീഷ് പാട്ടാണ്. അപ്പോൾ ഈ പാട്ടിൻ്റെ പേര് ജീസസ് ഇസ് മൈ സേവിയർ. ഒത്തിരി പാട്ടുകളുണ്ടല്ലേ, ജീസസ് ഇസ് മൈ സേവിയർ എന്ന് പറഞ്ഞൊരു പാട്ട്. ഇത് അതുപോലെ വേറൊരു പാട്ടാണ്. അപ്പോൾ ഈ പാട്ട് നമുക്ക് കേൾക്കുകയും ഇതിൻ്റെ കൂടെയുള്ള ആക്ഷനൊക്കെ കളിക്കുകയും സൺഡേ സ്കൂളിലൊക്കെ പോയി പഠിപ്പിക്കുകയൊക്കെ വേണം. ഓക്കെ, എന്നാൽ പിന്നെ പാട്ടിലേക്ക് കടക്കാം. യേശുവാണ് നമ്മുടെ സേവിയർ. സോ ലെറ്റ് us സ്റ്റാർട്ട് ദ സോങ്. Jesus is my savior, Jesus is my friend, Jesus is my victory over worldly slavery. Jesus is my savior, Jesus is my friend, Jesus is my victory over worldly slavery. He makes me walk in truth, He leads me every day. He teaches me all that I need to be a child of God. He makes me walk in truth, He leads me every day. He teaches me all that I need to be a child of God. To rip tip tip, to rip tip tip, to rip tip 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 to. To rip tip tip, to rip tip tip, to rip tip 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 to. To rip tip tip, to rip tip tip, to rip tip 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 to. ഇത്രയുള്ള പാട്ട് എല്ലാവർക്കും ഇഷ്ടമായി. സിമ്പിൾ ലിറിക്സ്. ടു റിപ്പ് ടിപ്പ് ടു എല്ലാവർക്കും എളുപ്പമാണ് പാടാൻ അല്ലേ? ഒന്ന് പാടി നോക്കിയേ. ടു റിപ്പ് ടിപ്പ് ടിപ്പ്, ടു റിപ്പ് ടിപ്പ് ടിപ്പ്, ടു റിപ്പ് ടിപ്പ് 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 ടു. ഉറക്കെ പാടിക്കേ. ടു റിപ്പ് ടിപ്പ് ടിപ്പ്, ടു റിപ്പ് ടിപ്പ് ടിപ്പ്, ടു റിപ്പ് ടിപ്പ് 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 ടു. വെരി ഗുഡ്. അതിൻ്റെ കൂടെ ജീസസ് ഇസ് മൈ സേവിയർ അല്ലേ? ആരാ നമ്മുടെ സേവിയർ? യേശു നമ്മുടെ രക്ഷിതാവ്. ജീസസ് ഇസ് അവർ സേവിയർ. സോ ജീസസ് ഇസ് മൈ സേവിയർ, ജീസസ് ഇസ് മൈ ഫ്രണ്ട്, Jesus is my victory over worldly slavery. അപ്പം അങ്ങനെ തന്നെയാണ് അതിൻ്റെ ആക്ഷനും പോകുന്നത് അല്ലേ? ജീസസ് ഇസ് മൈ സേവിയർ, ജീസസ് ഇസ് മൈ ഫ്രണ്ട്, ജീസസ് ഇസ് മൈ വിക്ടറി ഓവർ വേൾഡ്ലി സ്ലേവറി. കൂടെ പാടിയല്ലോ. ഇതുപോലെ അടുത്ത ലൈനൂടെ പാടിയല്ലോ, അടുത്ത 4 വരി. He makes me walk in truth, He leads me every day. അതായത് He makes me walk in truth, He leads me every day. He teaches me all that I need to be a child of God. ഒന്നുകൂടെ പാടി നോക്കാം ആ പോർഷൻ. He makes me walk in truth, He leads me every day. He teaches me all that I need to be a child of God. Okay? കിട്ടിയല്ലോ അത്ര ആക്ഷൻ. എന്നിട്ട് വീണ്ടും ടു റിപ്പ് ടിപ്പ് ടു. അപ്പോൾ ഈ ടു റിപ്പ് ടിപ്പ് ടുവിനും കൂടെ നമുക്കൊരു ആക്ഷൻ ഉണ്ട്. ടു റിപ്പ് ടിപ്പ് ടിപ്പ് ടു. അതൊന്ന് ശരിയാക്കി തരാം. അത് കൈ തംസപ്പായിട്ട് ഇങ്ങനെ പിടിക്കുക. ടു റിപ്പ് ടിപ്പ് ടിപ്പ്, ടു റിപ്പ് ടിപ്പ് ടിപ്പ്, ടു റിപ്പ് ടിപ്പ് 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 ടു. അപ്പോൾ പാട്ടിഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല രസമായിരുന്നല്ലേ? അപ്പോൾ ഈ ടു റിപ്പ് ടിപ്പ് ടിപ്പ് ടു തൊട്ട് നമുക്ക് അങ്ങോട്ട് ശ്രമിച്ച് നോക്കിയാലോ? ടു റിപ്പ് ടിപ്പ് ടിപ്പിൻ്റെ ഒരു ആക്ഷൻ അങ്ങോട്ടിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, എല്ലാവരും എൻ്റെ തംസപ്പ് ഒന്ന് എടുത്തേ. 2 കൈയുള്ളവർ, 2 തമ്പുള്ളവർ എടുത്തേ. എടുത്തു. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ആട്ടിയാൽ മതി. ടു റിപ്പ് ടിപ്പ് ടിപ്പ്, ടു റിപ്പ് ടിപ്പ് ടിപ്പ്, ടു റിപ്പ് ടിപ്പ് 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 ടു. പിടി കിട്ടിയല്ലോ? ഓക്കെ, അതാണ് ടു റിപ്പ് ടു ടുവിൻ്റെ ആക്ഷൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പിടിച്ച് ഇങ്ങനെ വട്ടമൊക്കെ കറങ്ങാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, എന്നിട്ട് ജീസസ് ഇസ് മൈ സേവിയർ, ജീസസ് ഇസ് മൈ സേവിയർ. ഈ തംസപ്പ് വിടണ്ട. ജീസസ് ഇസ് മൈ സേവിയർ, ജീസസ് ഇസ് മൈ ഫ്രണ്ട്. കറക്റ്റ്.
പാടുകയും ചെയ്യണം. ആക്ഷൻ മാത്രം കാണിച്ച് വരാം, കൂടെ പാടി. ഒന്നുകൂടെ പാടിക്കേ. ജീസസ് ഇസ് മൈ സേവിയർ, ജീസസ് ഇസ് മൈ ഫ്രണ്ട്. പിന്നെ ജീസസ് ഇസ് മൈ വിക്ടറി ഓവർ വേൾഡ്ലി സ്ലേവറി. ഒന്നുകൂടെ പാടിക്കേ. ജീസസ് ഇസ് മൈ വിക്ടറി ഓവർ വേൾഡ്ലി സ്ലേവറി. അപ്പം ലൈൻസ് മനസ്സിലായി, എൻ്റെ ആക്ഷനും കൂടെ ചെയ്തു എന്ന് ഞാൻ കാണുന്നുണ്ട് ചിലരൊക്കെ അവിടെ ചെയ്യുന്നത്. ഇനിയും അടുത്തത് ഹീ മേക്സ് മീ വാക്ക് ഇൻ ട്രൂത്ത് എന്നുള്ളതാണ്. ഹീ മേക്സ് മീ വാക്ക് ഇൻ ട്രൂത്ത്. ചിലർക്കൊന്നും നടക്കാൻ അറിയത്തില്ലെന്ന് തോന്നുന്നല്ലോ. ഇങ്ങനെ നടക്കാൻ അറിയത്തില്ല, അവിടെ നിന്നോണ്ട് നടന്നാൽ മതി. ഓക്കെ. ഹീ മേക്സ് മീ വാക്ക് ഇൻ ട്രൂത്ത്, ഹീ ലീഡ്സ് മീ എവറി ഡേ. പിന്നെ he teaches me all that I need to be a child of God. Okay, he teaches me all that I need to be a child of God. Right? പിന്നെ വീണ്ടും ടു റുപ് ടുപ് ടുപ് ടു റുപ് ടുപ് ടുപ് ടു റുപ് ടുപ് 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 ടു. എങ്കിൽ പിന്നെ നമുക്ക് ഈ പാട്ടിൻ്റെ ആക്ഷനും കൂടെ കാണിച്ച് മ്യൂസിക്കും ഇട്ട് ഒരുമിച്ച് ഡാൻസ് ചെയ്ത് അങ്ങോട്ട് ചെയ്താലോ? ഐ യു റെഡി? ഓക്കെ, എന്നാൽ പിന്നെ മ്യൂസിക് ഇടാം, എന്നിട്ട് നമുക്ക് ആക്ഷൻ കൂടെ ചെയ്യാം. പാട്ട് നല്ലതായിട്ട് പാടിക്കണം. ഓക്കെ. 1, 2, 3. To rip tip tip to rip tip tip to rip tip 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 to. To rip tip tip to rip tip tip to rip tip 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 to. Jesus is my savior, Jesus is my friend, Jesus is my victory over worldly slavery. Jesus is my savior, Jesus is my friend, Jesus is my victory over worldly slavery. He makes me walk in truth, He leads me every day. He teaches me all that I need to be a child of God. He makes me walk in truth, He leads me every day. He teaches me all that I need to be a child of God. To rip tip tip to rip tip tip to rip tip 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 to. To rip tip tip to rip tip tip to rip tip 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 to. To rip tip tip to rip tip tip to rip tip 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 to. വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും നല്ലതായിട്ട് പാടുകയും ചെയ്തു, നല്ലതായിട്ട് ആക്ഷനും കാണിച്ചു. അപ്പോൾ ഈ പാട്ട് വെറുതെ നമ്മുടെ പോക്കറ്റിൽ ഇരുന്നാൽ പോരാ. യേശുവാണ് നമ്മുടെ സേവിയർ എന്ന് എങ്ങനെ നമുക്ക് കാണിക്കാൻ പറ്റും മറ്റുള്ളവരെ വെറുതെ പറഞ്ഞു കൊടുക്കണ്ട. നിങ്ങൾ അതനുസരിച്ച് ജീവിച്ച്, യേശു നയിക്കുന്ന പോലെ ജീവിച്ച് നടന്ന് മറ്റുള്ളവരെ കാണിക്കുക. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾ സൺഡേ സ്കൂളിലൊക്കെ പോയി പാടണം, മറ്റുള്ള ഫ്രണ്ട്സിനൊക്കെ പാടി കൊടുക്കണം, ആക്ഷൻ സോങ്ങൊക്കെ കളിച്ച് എൻജോയ് ചെയ്ത് നല്ല കുട്ടികളായിട്ട് ജീവിക്കണം. ഓക്കെ. ഓൺ ദാറ്റ് ഹാപ്പി നോട്ട് ഇന്നത്തെ സെഷൻ നമുക്ക് നിർത്താം. അടുത്ത ആഴ്ച വീണ്ടും ഒരു അടിപൊളി പാട്ടുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഗുഡ് ബൈ. Hello, how are you? Hope you all are fine. Yeah? Yes, because my God is stronger. My God is stronger. Are you stronger? We used to say, yes, I am stronger. See, I have the muscle power. I have the money power. I have the political power. I have the military power. Dear children, Christ is stronger and He is above all. അറിയാമോ? ക്രിസ്തുവാണ് ശക്തൻ, ക്രിസ്തുവാണ് ബലമുള്ളവൻ. ആ ബലമുള്ള ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ഞാനും നിങ്ങളും സുരക്ഷിതരാ. ആ ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളാൻ ഇടയാകട്ടെ. അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം, കഥയിലൂടെ. ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? സന്തോഷമാണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. കഥ കേൾക്കുന്ന ഇഷ്ടമല്ലേ? നമുക്കൊരു കഥ കേൾക്കാം. ആരെക്കുറിച്ചാണ് ഇന്ന് കേൾക്കാൻ പോകുന്നതെന്നറിയാമോ? സ്വപ്നം വ്യാഖ്യാനിക്കുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച്. ആരാണെന്നറിയാമോ? പഴയ നിയമത്തിൽ സ്വപ്നം വ്യാഖ്യാനിക്കുന്ന ഒരു വ്യക്തി യോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ്. നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ യോസഫ് ആരായിരുന്നുവെന്ന്. അതായത് പഴയ നിയമ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ യാക്കോബിൻ്റെ 12 മക്കളിൽ ഒരുവനായിരുന്നു ആര്? യോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ. 11ാമത്തെ മകനായിരുന്നു ആര്? യോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ. അങ്ങനെ ഈ യാക്കോബും 12 മക്കളും സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. എന്നാൽ അവിടെ ഒരു പ്രശ്നമുണ്ടായി. പ്രശ്നം എന്തായിരുന്നറിയാമോ? ഈ യാക്കോബിന് തൻ്റെ മക്കളിൽ ഏറ്റവും അധികം ഇഷ്ടമുള്ളത് ആരെയായിരുന്നു അറിയാമോ?
യോസഫിനെ ആയിരുന്നു. ഇത് ബാക്കിയുള്ള സഹോദരങ്ങൾക്ക് ഇഷ്ടമല്ലാതായി. ആരെ ഇഷ്ടമല്ലാതായി? യോസഫിനെ ഇഷ്ടമല്ലാതാകുവാനായിട്ട് കാരണമായി തീർന്നു. മറ്റു കാരണം കൂടിയുണ്ട്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, യോസഫിനൊരു പ്രത്യേകതയുണ്ട്. അവന് സ്വപ്നം വ്യാഖ്യാനിക്കുവാനായിട്ട് കഴിവുള്ളവനായിരുന്നു. ഒരു ദിവസം അവനിങ്ങനെ കിടന്നുറങ്ങിയപ്പോൾ ഒരു വലിയ സ്വപ്നം കണ്ടു. അതായത് ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം കൂടി വന്ന് ഇവനെ വണങ്ങുന്നു. അതിൻ്റെ അർത്ഥം എന്തുവാ? അവൻ്റെ അപ്പനും അവൻ്റെ സഹോദരങ്ങളും ഇവനെ വണങ്ങുന്നതെന്നുള്ളതാ. ഇതിവൻ ആരോട് പറഞ്ഞു? സഹോദരങ്ങളോട് പറഞ്ഞു. അത് സഹോദരങ്ങൾക്ക് ആരിൽ ദേഷ്യം ഉണ്ടാകുവാൻ കാരണമായി? യോസഫിൽ ദേഷ്യം ഉണ്ടാക്കുവാനായിട്ട് കാരണമായി തീർന്നു. അങ്ങനെ സഹോദരങ്ങൾ പറഞ്ഞു, എങ്ങനെങ്കിലും ഇവനെ അപ്പനിൽ നിന്ന് അകറ്റണം. അതിനവർ കണ്ടെടുത്ത മാർഗം എന്താണെന്നറിയാമോ? ഇവനെ നശിപ്പിച്ച് കളയുവാനായിട്ട് ആര് തീരുമാനിച്ചു? ബാക്കി സഹോദരങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ അവർ അതിനു വേണ്ടി തക്കം പാർത്തിരുന്നു. അങ്ങനെ ഒരു ദിവസം സഹോദരങ്ങൾ ആടുകളെ മേയ്ക്കുവാനായിട്ട് പോയ സമയത്ത് അപ്പൻ യോസഫിനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, ആ സഹോദരങ്ങൾ ക്ഷേമത്തോടിരിക്കുന്നോ എന്ന് അന്വേഷിച്ച് വരുവാനായിട്ട് ആരെ പറഞ്ഞയച്ചു? യോസഫിനെ പറഞ്ഞയച്ചു. യോസഫ് സഹോദരങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുവാനായിട്ട് അവിടേക്ക് ചെന്നപ്പോൾ ഈ സഹോദരങ്ങൾ എന്ത് ചെയ്തെന്നറിയാമോ? ഇവനോടുള്ള ദേഷ്യം കാരണം ഇവനെ പിടിച്ച് പൊട്ടക്കിണറ്റിലിട്ടു. എന്നാൽ പൊട്ടക്കിണറ്റിലിട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അതുവഴി കുറേ കച്ചവടക്കാർ വന്നപ്പോൾ സഹോദരങ്ങൾ പറഞ്ഞു, അവനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ലാഭം വേണമെന്ന് പറഞ്ഞ് ആ കച്ചവടക്കാർക്ക് ഇവനെ അടിമയായി വിറ്റുകളഞ്ഞു. എന്നിട്ട് ഇവരെന്ത് ചെയ്തെന്നറിയാമോ? ഒരാടിനെ കൊന്ന് അതിൻ്റെ രക്തം ഇവൻ്റെ വസ്ത്രത്തിൽ പൂശിയിട്ട് അപ്പൻ്റെ അടുക്കെ വന്നിട്ട് പറഞ്ഞു, ഇവൻ ചെന്നായ്ക്കളാൽ പിടിക്കപ്പെട്ടു പോയി, മകൻ മരിച്ചുപോയി എന്ന്. ആ അപ്പന് വളരെ വേദനയുണ്ടായി. എന്നാൽ കൂട്ടുകാരെ ഒന്ന് ഓർക്കണം, യോസഫിൻ്റെ ഒരു വലിയ പ്രത്യേകത, അവൻ ദൈവത്തോട് ചേർന്ന് ജീവിച്ചവനായിരുന്നു. അവനെ അടിമയായി വിറ്റുവെങ്കിലും അവിടെയും ദൈവം അവനെ അനുഗ്രഹിച്ചു. നമുക്കറിയാമല്ലോ, യോസഫിനെ മിസ്രൈമിലെ പ്രധാനമന്ത്രിയാക്കി ആര് മാറ്റി? ദൈവം മാറ്റിയെന്ന് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവൻ സ്വപ്നം കണ്ടതുപോലെ തന്നെ സഹോദരങ്ങൾ ആരുടെ മുന്നിൽ വന്ന് മുട്ടുമടക്കി? യോസഫിൻ്റെ മുന്നിൽ വന്ന് മുട്ടുമടക്കി. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ഏത് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കുമെന്നുള്ള ഉത്തമ ഉദാഹരണമാണ് ആരുടെ ജീവിതമെന്ന് പറയുന്നത്? ഈ യോസഫിൻ്റെ ജീവിതം. അവൻ്റെ സഹോദരങ്ങൾ അവന് പ്രതികൂലമായി നിന്നപ്പോഴും ദൈവം അവന് അനുകൂലമായി നിന്നതുകൊണ്ട് അവൻ്റെ ജീവിതത്തെ ദൈവം അനുഗ്രഹിച്ചു. അവൻ മറ്റുള്ളവരെക്കാൾ വലിയവനായി തീർന്നു. അതുകൊണ്ട് കൂട്ടുകാരെ, നമ്മുടെ ജീവിത അനുഭവങ്ങളിലും ആരൊക്കെ നമുക്ക് ഈ ലോകത്തിൽ പ്രതികൂലമായിട്ട് നിന്നാലും ആരനുകൂലമായി നിന്നാൽ മതി? നമ്മുടെ ദൈവം അനുകൂലമായി നിന്നാൽ മതി. അതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് ജീവിപ്പാൻ, വിശ്വസ്തരായി ജീവിപ്പാൻ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാം. അതിന് ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. കഥ ഇഷ്ടമായോ? യോസഫിനെ പോലെ നമുക്കും വിശ്വസ്തനായി ജീവിക്കാം, ദൈവത്തോട് ചേർന്ന് ജീവിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും ദൈവത്തിൽ വിശ്വസ്തയോടെ ജീവിപ്പാനായിട്ടിടയാകട്ടെ. അങ്ങനെയെങ്കിൽ മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്. കുഞ്ഞുങ്ങളെ, ഇവിടെ ഇരിക്കുന്ന എത്ര പേര് സ്വപ്നം കാണാറുണ്ട്? ഞാൻ സ്വപ്നം കാണാറുണ്ട്. ഉണ്ടോ? നിങ്ങൾ കാണാറുണ്ടോ? എന്തൊക്കെയാണ് സ്വപ്നം കാണുന്നത്? ഇങ്ങനെ സാത്താൻ വന്ന് വഴക്കുണ്ടാക്കുന്നു, കൂട്ടുകാരുമായിട്ട് വഴക്കുണ്ടാക്കുന്നു, കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ഇതൊക്കെയാണോ? മക്കളെ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ സ്വപ്നം കാണാനായിട്ട് സാധിക്കണം. യോസഫിൻ്റെ സ്വപ്നത്തെക്കുറിച്ചാണ് നമ്മുടെ അച്ചാച്ചൻ നമ്മളെ പഠിപ്പിച്ചത്. നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമുള്ള ദൈവകൃപയുള്ള സ്വപ്നങ്ങളായി തീരണം.
ആ സ്വപ്നമാണ് ജീവിതത്തെ നിലനിർത്തുന്നത്. നമുക്ക് ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് സ്വപ്നം കാണാം എന്നെങ്കിൽ മാത്രമേ യാഥാർത്ഥ്യമാകുകയുള്ളൂ. നമ്മൾ കാണുന്ന സ്വപ്നം അത് താൽക്കാലികമാണ്. ക്രിസ്തുവിനോട് കൂടെ കാണുന്ന സ്വപ്നം യാഥാർത്ഥ്യമായി തീരും. യാഥാർത്ഥ്യമുള്ള ലോകത്തിൽ യാത്ര ചെയ്യാം. അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം, കേൾക്കാം, അനുസരിക്കാം. ഹായ് മോനെ. ഹായ് അച്ഛൻ. എന്തിനാ എന്നെ വിളിച്ചേ? ആ, മോനെന്താ ഈ ക്ലാസ്സിൽ കയറാതെ സൺഡേ സ്കൂളിൽ കയറാതെ ഇങ്ങനെ കറങ്ങി നടക്കുന്നേ? ഓ, അതിൻ്റെ അകത്ത് ഇരുന്നിട്ടേ ബോറടിച്ചു. ബോറടിച്ചോ? നീ പാട്ട് പഠിച്ചില്ലേ? ആ. കഥ കേട്ടില്ലേ? ആ. ഇപ്പം ക്ലാസ്സിൻ്റെ ടൈമല്ലേ? ഓ, അതെനിക്ക് ബോറാണോ? അങ്ങനെ പറയരുത്. യേശുവിൻ്റെ വചനമല്ലേ അവിടെയും പഠിപ്പിക്കുന്നത്. ഞാൻ കുറേ ദിവസമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. നീ പലപ്പോഴും സൺഡേ സ്കൂളിലൊന്നും കയറാറില്ല. നീ ബട്ടർഫ്ലൈ പ്രോഗ്രാം കാണാറുണ്ടോ? ആ, കുറച്ചൊക്കെ. കുറച്ചൊക്കെ. മുഴുവൻ കാണണം. നല്ല നല്ല കാര്യങ്ങൾ അവിടെ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. ഇന്ന് ഒരുപാട് മീഡിയയിലൂടെ കുഞ്ഞുങ്ങളോട് വചനം സംസാരിക്കുകയല്ലേ. അതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയല്ലേ. കുഞ്ഞത് കേൾക്കണ്ടേ? പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ കേൾക്കാറില്ലയോ? നിങ്ങൾ ഈ വചനം പഠിക്കാറില്ലയോ? പാട്ടൊക്കെ പഠിക്കാറില്ലേ? ആണോ? അവർ വചനം വായിക്കുകയും പഠിക്കുകയും പാട്ടുകളൊക്കെ പഠിക്കുകയൊക്കെ ചെയ്യുന്നു. നീ ഇങ്ങനെ കറങ്ങി നടക്കുക. എനിക്കെല്ലാം അറിയാം. എന്തോ നിനക്കറിയാം? എല്ലാം അറിയാം. എല്ലാം അറിയാമോ? അങ്ങനെയാണെങ്കിൽ നീ ലോർഡ്സ് പ്രെയർ ഒന്ന് പറയാമോ? ലോർഡ്സ് പ്രെയർ? കർത്താവിൻ്റെ പ്രാർത്ഥന. കർത്താവിൻ്റെ പ്രാർത്ഥനയാ? കേട്ടിട്ടില്ലേ? ഉണ്ട്. അത് കർത്താവിൻ്റെ പ്രാർത്ഥന എന്തുവാ ഒന്ന് പറഞ്ഞേ. അത് കർത്താവിൻ്റെ പ്രാർത്ഥന. കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥന. അത് കർത്താവ് പ്രാർത്ഥിച്ചോളും. ഞാനെന്തിനാ അറിയുന്നേ? അത് കൊള്ളാമല്ലോ. കർത്താവിൻ്റെ പ്രാർത്ഥന നമ്മളെല്ലാവരും ചൊല്ലുന്ന പ്രാർത്ഥനയാണ്. ഒരു ക്രിസ്ത്യാനി നിൻ്റെ ബാപ്റ്റിസത്തിൽ അച്ഛന നിൻ്റെ മാതാപിതാക്കളോട് പറയുന്നുണ്ട്, കുഞ്ഞിനെ കർത്താവിൻ്റെ പ്രാർത്ഥന പഠിപ്പിക്കണം. പഠിപ്പിച്ചോ? ഇല്ല. കള്ളം പറയല്. എനിക്കറിയാം. എന്നാ ഒന്ന് പറഞ്ഞേ, അച്ഛനൊന്ന് കേൾക്കട്ടെ. നീ കർത്താവിൻ്റെ പ്രാർത്ഥന ചൊല്ലാമെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിൻ്റെ രാജ്യം വരണമേ. മിടുക്കനാണല്ലോ. ബാക്കിയുടെ പറഞ്ഞേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആവശ്യമില്ലാത്ത ആഹാരം തരണ്ടേ. എന്തോ ഈ പറയുന്നേ? അങ്ങനെ ഞാൻ കടിച്ചേ. യഹോവ എൻ്റെ ഇടയനാകുന്നു. അതെന്തുവാ? എനിക്ക് കുട്ടയുണ്ടാകുകയില്ല. ഇത് പ്രാർത്ഥനയാണോ? ഇതാ പ്രാർത്ഥന. അയ്യോ, ഇതല്ലല്ലോ പ്രാർത്ഥന. യേശുവിൻ്റെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമില്ലാത്തയാണോ? ആണോ കൂട്ടുകാരെ? ആവശ്യമില്ലാത്തതല്ല, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ആണോ? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ഇടിക്കുന്ന പോലെ. നീ ഇങ്ങനെയാണോ പഠിച്ചു വെച്ചേക്കുന്നത്? കൂട്ടുകാർ ഇങ്ങോട്ട് ഇടിച്ചാൽ തിരിച്ചിടിക്കും. അയ്യോ, നിങ്ങളങ്ങനെയാണോ? കൂട്ടുകാർ ഇങ്ങോട്ട് ഇടിച്ചാൽ തിരിച്ചടിക്കുമോ? അത് നല്ലതാണോ? അങ്ങനെയാണോ കർത്താവ് പ്രാർത്ഥിച്ചത്? യേശു കർത്താവ് പ്രാർത്ഥിച്ചത്, ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഒന്ന് പറഞ്ഞേ. ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ശരിയല്ലേ? ശരിയാ. പിന്നെന്തോണ്ട്? ഇനി ഒന്നുമില്ല. ആണോ? കടങ്ങൾ ക്ഷമിക്കണമേ, ഞങ്ങൾക്കുള്ള ആഹാരം തരണമേ, ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും കർത്താവിന്. അത് പറഞ്ഞില്ലേ നമ്മൾ അവസാനിപ്പിക്കണ്ടേ? ആണോ? ഞാൻ അതുവരെ അതുവരെ പഠിച്ചിട്ടില്ല. അപ്പോൾ നീ ഒന്നും പഠിച്ചിട്ടില്ല. പിന്നെ എന്തിനാ നീ സൺഡേ സ്കൂളിൽ പോയി പഠിച്ചെന്നൊക്കെ പറഞ്ഞത്? നല്ല കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ പ്രാർത്ഥന, വേദപുസ്തകത്തിൽ ഓരോ വാക്യങ്ങൾ. നിനക്കൊരു വാക്യം അറിയാമോ? ഏറ്റവും കൊച്ചു വാക്യം എന്ന് പറയാമോ? എനിക്ക് വലുത് മാത്രമേ അറിയത്തുള്ളൂ. വലുത് മാത്രമേ. അത് നിന്റെ നമ്പറാന്ന് എനിക്കറിയാം.
യേശു ഡാഷ് വാർത്തു. യേശു ഡാഷ് ആർത്തു. യേശു ഡാഷ് വാർത്തെന്നല്ല, അത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്. അച്ഛൻ ഫില്ല് ചെയ്തോ? എനിക്കറിയില്ല യേശു എന്താ ആർത്തേന്ന്. യേശു കണ്ണുനീർ വാർത്തു. കണ്ണുനീര്, കണ്ണുനീർ കേട്ടിട്ടില്ലേ? അത് കേൾക്കണമെങ്കിൽ നീ ക്ലാസ്സിൽ പോകണമായിരുന്നു, നീ സൺഡേ സ്കൂളിൽ പോകണമായിരുന്നു. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ സൺഡേ സ്കൂളിൽ ക്രമമായി പോകുന്നുണ്ടോ? ബൈബിൾ ലെസൺസ് നിങ്ങൾ കാണാറുണ്ടോ? നമ്മുടെ ഈ പ്രോഗ്രാം നിങ്ങൾ കാണാറുണ്ടോ? നിങ്ങൾ നല്ല കുട്ടികളാണ്. പക്ഷേ ഈ മോനെ പോലെ ഇതൊക്കെ മിസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ലഭിക്കുന്ന എല്ലാ സമയം വചനം കേൾക്കുക, വചനം പഠിക്കുക, നല്ല കുഞ്ഞുങ്ങളായി ജീവിക്കുക. ആട്ടെ, മോനിനിയും ഇപ്രകാരം തന്നെയാണോ ജീവിക്കാൻ പദ്ധതി ഇട്ടിരിക്കുന്നത്? ഇപ്പം ക്ലാസ്സിൽ കയറുമോ? ക്ലാസ് തീരാറായി. ആട്ടെ, ടീച്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ അച്ഛൻ, ഞാൻ പോയിക്കൊള്ളാം, നല്ല കുട്ടിയായി കടിക്കാങ്ങേ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ലോർഡ്സ് പ്രയർ ചൊല്ലി കേൾപ്പിക്കണേ. കൂട്ടുകാരെ, കർത്താവ് നമ്മോട് പഠിക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുക, മറ്റുള്ളവരെ പഠിപ്പിക്കുക, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നല്ല ജീവിതം ചെയ്യുക. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു അച്ഛൻ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. കഥ കേട്ടോ? എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. സൂപ്പർ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അവർ ഫാദർ ഇൻ ഹെവൻ. എത്ര പേർക്ക് ഇത് കാണാപ്പാഠം അറിയാം? കണ്ടായിരുന്നോ കൃത്യമായ പ്രാർത്ഥന ചൊല്ലുന്നത്? നമുക്കും ഇത് കൃത്യമായി ചൊല്ലാൻ പറ്റുമോ? എത്ര പേർക്ക് ഇത് കാണാപ്പാഠം അറിയാം? അറിയാൻ വയ്യാത്തവർ ഇന്ന് തന്നെ പഠിക്കണം, ഇപ്പോൾ തന്നെ പഠിക്കണം. അതറിയത്തില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അങ്ങനെയെങ്കിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള വലിയ സ്വർഗത്തിലെ പ്രാർത്ഥന നമുക്ക് പഠിക്കാം. അത് എന്നും നിങ്ങളുടെ പ്രാർത്ഥനയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. പാടാം, നേടാം. തുള്ളിച്ചാടി മറിഞ്ഞ് നടൻ കുഞ്ഞാട്ടിൻകുട്ടി, ഒരു കുഞ്ഞാട്ടിൻകുട്ടി, നിലാവ് കണ്ടിട്ട് ഇടനെ വിട്ടിട്ട് ഓടിപ്പോയൊരു വരി, അയ്യോ വീരിൽ തട്ടി വീണേ. ഓടിപ്പോയൊരു വരി, അയ്യോ കുരിയിൽ ചേർന്ന് വീണേ. പാത്തു പതുങ്ങി പമ്മിപ്പാ കരടിക്കുട്ടന്മാർ, കുരിയുടെ ചുറ്റും ഓടി നട കരടിക്കുട്ടന്മാർ. പാത്തു പതുങ്ങി പമ്മിപ്പാ കരടിക്കുട്ടന്മാർ, കുരിയുടെ ചുറ്റും ഓടി നടന്നു കരടിക്കുട്ടന്മാർ. പേടിച്ചളറി കുഞ്ഞാട് ഓടിയടഞ്ഞു നല്ലിടേൻ, വാതിലടച്ചു മുത്തന്തന് യേശുവാകും നല്ലിടേൻ, യേശുവാകും നല്ലിടേൻ, യേശുവാകും നല്ലിടേൻ. ഇവിടെ കുഞ്ഞുങ്ങൾ പാട്ട് പാടുന്നത് കേട്ടപ്പോൾ ഒരാഗ്രഹമുണ്ടോ എൻ്റെയും വീഡിയോ വരണമെന്ന്? ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞേ. ഉണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഇതേ ഫോമിൽ പിടിച്ച് പാട്ട് റെക്കോർഡ് ചെയ്യണം. 2 മിനിറ്റിൽ കുറയാത്ത ഒരു പാട്ട് റെക്കോർഡ് ചെയ്ത് താഴെ കാണുന്ന നമ്പറിൽ അയച്ചു തരാമെങ്കിൽ അടുത്ത സെഗ്മെൻറ്റിൽ നിങ്ങളുടെ പാട്ട് ഉൾപ്പെടുത്തുന്നതായിരിക്കും. തയ്യാറാണോ? അങ്ങനെയെങ്കിൽ അടുത്ത ആഴ്ച കാണും വരെ ബൈ.